ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GISനെ കുറിച്ചിട്ടാണ്. അപ്പം GIS ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണ് GISൻ്റെ ആപ്ലിക്കേഷൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാണ് നോക്കുന്നത്. അപ്പം GIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഓർഗനൈസ്ഡ് collection of software and geographic data that allow efficient storage, analysis, and presentation of spatially explicit and geographically referenced information. അതാണ് GIS എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം അല്ലെങ്കിൽ പറയാം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് കുറച്ച് ടൂൾസാണ്. GIS എന്ന് പറഞ്ഞ ഒരു ടൂൾസാണ്, ഒരു ടൂൾസിൻ്റെ സെറ്റാണ്. ഇവരെന്താ ചെയ്യുന്നത്, കളക്ട് ചെയ്യും, അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യും, ദെൻ മാനിപ്പുലേറ്റ് ചെയ്യും, ദെൻ റിട്രീവ് ചെയ്യും, ദെൻ ട്രാൻസ്ഫോം ചെയ്യും, ദെൻ ഡിസ്പ്ലേ ഓഫ് സ്പേഷ്യൽ ഡാറ്റാസ് ഇൻ ദി വേൾഡ്. അതായത് നമ്മുടെ ലോകത്തുള്ള, അതായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വിവരങ്ങളെയും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ GIS എന്ന് പറഞ്ഞത്. ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഇപ്പോൾ സപ്പോസ് നമ്മൾ GISൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇത്രയും ഡാറ്റയുടെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സപ്പോസ് നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറത്തൊന്നും ഇറങ്ങി അധികം നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് അറിയാത്ത ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ഡാറ്റാസ് നമുക്ക് അറിയണം എങ്കിൽ നമ്മൾ അവിടെ പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ GIS വെച്ചിട്ട് ആ സ്ഥലത്തെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എന്താണ് അവിടുത്തെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് കിട്ടും. അവിടുത്തെ എല്ലാ ലാറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചർ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഡീറ്റെയിൽസും നമുക്ക് അവിടുന്ന് അവൈലബിൾ ആവും. Then GIS is rapidly growing technological field that incorporate graphical features with tabular data in order to assess real world problems. അപ്പോൾ നമ്മൾ എന്താണ്, GIS എന്ന് പറയുന്നത് എന്താണ്, റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്നൊരു ടെക്നോളജിക്കൽ ഫീൽഡാണ്. കാരണം എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ GISൽ ഒരു പ്രാവശ്യം ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചത് മാത്രമായിരിക്കില്ല. ഇപ്പോൾ എന്തെങ്കിലും ആ ഒരു ഏരിയയിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് GIS എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ GISന് മെയിനായിട്ട് 2 കോമ്പണൻസ് ആണുള്ളത്. ഫസ്റ്റ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ ഡാറ്റ എബൌട്ട് ജിയോഗ്രഫിക് ഫീച്ചേഴ്സ്. ജിയോഗ്രഫിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഗ്രാഫിക്കൽ ഡാറ്റ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം റിവർ, ലാൻഡ് യൂസ്, ദെൻ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, അതൊക്കെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ ഇതിൻ്റെ സെക്കൻഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ tabular data about features in the geography. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു പോപ്പുലേഷൻ പോലെയുള്ള, നമുക്കിപ്പോൾ ഒരു ഏരിയയുടെ പോപ്പുലേഷനാണ് കണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ടാബുലർ ഡാറ്റാസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ലെയറിങ് ടെക്നിക്ക് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് GISൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് GIS എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ GISന് അപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ. നമ്മുടെ നിറയെ അപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത് GIS ഇസ് എ ടൂൾ ദാറ്റ് അലോ യൂസേഴ്സ് ടു ക്രിയേറ്റ് ഇൻറ്ററാക്റ്റീവ് ക്വയറീസ്, അനലൈസ് ദി spatial information, then edit data, maps, and present the result of all these operations. അപ്പം GIS എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ് ദാറ്റ് അലോ യൂസറിന് എന്തിനാക്കും, നമുക്കിഷ്ടമുള്ള സെർച്ചസ് നടത്താം. അതുപോലെ തന്നെ നമുക്ക് സ്പേഷ്യൽ ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും. ദെൻ മാപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് അവൈലബിൾ ആയിരിക്കും. ദെൻ അടുത്തെന്ന് പറയുന്നത് GIS പ്രൊവൈഡ് എൻവയോൺമെൻറ്റ് for effective and efficient storage and manipulation of remotely sensed or other spatial and non-spatial data type for both scientific management and policy oriented information. അപ്പം ദെൻ നമുക്ക്
എല്ലാവിധ ഇൻഫർമേഷൻസും ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. ദെൻ ഇനി നമ്മളൊരു റിസ്ക് അസസ്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ എന്താണ്, ദി സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഇൻ റിസ്ക് അസസ്മെൻറ്റ് ആർ ഹസാർഡ് മാപ്പിംഗ് to show earthquake, flood, landslide or fire. earthquake, flood, landslide, fire ഇതിനൊക്കെ എന്താണ് ഷോ ചെയ്യാൻ നമുക്ക് പറ്റും. ദെൻ ദീസ് മാപ്സ് ആർ യൂസ്ഡ് ഫോർ വാർണിംഗ് സിസ്റ്റം. നമുക്ക് വാർണിംഗ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യും. അതായത് നമുക്കിപ്പം ഹസാർഡുള്ള ഒരു ഏരിയ നമുക്കറിയാം. അങ്ങനെ അറിയുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തെന്ന് പറയുന്നത് GIS ആപ്ലിക്കേഷൻ ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ഫോളോയിങ് ആക്ടിവിറ്റീസ്. അതൊന്നും കൂടാതെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്? ടു ക്രിയേറ്റ് ഹസാർഡ് ഇൻവെൻട്രി മാപ്സ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ലൊക്കേറ്റ് ക്രിട്ടിക്കൽ ഫെസിലിറ്റീസ്. നമുക്ക് ഇപ്പം ഒരു ഹസാർഡ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫെസിലിറ്റീസൊക്കെ വേണം. അപ്പോൾ ആ ക്രിട്ടിക്കൽ ഫെസിലിറ്റീസൊക്കെ നമ്മളിപ്പം ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു ഹസാർഡ് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊക്കെ അറിയണം. ഇനി ഹോസ്പിറ്റൽ എവിടെയാണ്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്, ഫയർ സ്റ്റേഷൻ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നോക്കി വെക്കണം. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ഫെസിലിറ്റീസൊക്കെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയണം. ദെൻ ക്രിയേറ്റ് ആൻഡ് മാനേജ് അസോസിയേറ്റഡ് റിലേറ്റഡ് ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യണം, മാനേജ് ചെയ്യണം. ദെൻ വൾണറബിലിറ്റി അസസ്മെൻറ്റ്സ്, അവിടെ ഉണ്ടായിട്ടുള്ള വൾണറബിലിറ്റീസ്, ദെൻ അതിൻ്റെ അസസ്മെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് GIS വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താ നോക്കാം, GIS ആൻഡ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ. ഇനിയിപ്പം നമുക്ക് മെയിനായിട്ട് ഇതാണ് പഠിക്കാനുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൻ്റെ ഏതൊക്കെ സ്റ്റേജസിൽ നമ്മൾ GISനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ നമുക്കറിയാം, പ്ലാനിങ് ആയിരുന്നു. ഈ പ്ലാനിങ്ങിൻ്റെ അകത്ത് എന്താണ്, GIS ഈസ് യൂസ്ഫുൾ ഇൻ ഹെൽപ്പിംഗ് വിത്ത് ഫോർവേഡ് പ്ലാനിങ്. അതായത് ആദ്യം തന്നെ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നമ്മൾ GISനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് ദ ഫ്രെയിം വർക്ക് ഫോർ പ്ലാനേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജേഴ്സ്. നമ്മുടെ പ്ലാനേഴ്സും ഡിസാസ്റ്റർ മാനേജേഴ്സും ഉണ്ടാവും. ഇവർക്ക് എന്താണ് ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ GIS ആണ്. ആൻഡ് ടു വ്യൂ സ്പേഷ്യൽ ഡാറ്റ ബൈ വേ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് മാപ്സ്. നമുക്ക് എന്താണ് സ്പേഷ്യൽ, അവിടെ പോയി നോക്കാതെ തന്നെ പ്ലാനേഴ്സിനും മാനേജേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഒരു ടോപ്പോഗ്രഫി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ പ്ലാനിങ്സ് ആണ് നടത്തേണ്ടതെന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, GIS ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, GIS യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മിറ്റിഗേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് GIS ചെയ്യുന്നതെന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൈ റിസ്ക് ഏരിയാസ്. മിറ്റിഗേഷൻ്റെ സ്റ്റേജിൽ നമ്മൾ ഹൈ റിസ്ക് ഉള്ള ഏരിയാസൊക്കെ നമുക്കെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഫെസിലിറ്റേറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നെസസറി മെക്കാനിസം ടു ലെസൻ ദ ഇമ്പാക്റ്റ്. അതെന്താണ്, നമ്മൾ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് നെസസറി ആയിട്ടുള്ള മെക്കാനിസംസ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറ്റിഗേഷൻ സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യും. ദെൻ പ്രിപ്പയർഡ്നെസ്സിനാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ എമർജൻസി ഏരിയാസ്. ഏതൊക്കെയാണ് എമർജൻസി ഏരിയാസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ പൊസിഷൻ ഓഫ് റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ഏജൻസീസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. എന്താ പറയുക, പൊസിഷനും അതുപോലെ തന്നെ ഏജൻസി, ഹ്യൂമൻ റിസോഴ്സ്, അതിൻ്റെയൊക്കെ പൊസിഷൻസ് കണ്ടുപിടിക്കണം. അതുപോലെ മേക്ക് ഇറ്റ് ഈസിയർ ടു security and shelters provided to plan the strategies. Then answer who is to be based where and at what phases of emergency. അതായത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ്നെസ്സിൽ GISനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ റെസ്പോൺസിൻ്റെ അകത്ത് പ്രൊവൈഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ ഓൺ എക്സാക്റ്റ് ലൊക്കേഷൻ ഓഫ് ആൻ എമർജൻസി സിറ്റുവേഷൻ. അതായത് അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ടൈം സേവിങ് ഡ്യൂറിങ് ഡിറ്റർമിനേഷൻ ഓഫ് ട്രബിൾ ഏരിയാസ്. അതായത് പെട്ടെന്ന് നമുക്ക് ട്രബിൾ ഏരിയാസിനെ കണ്ടുപിടിക്കുന്നത് വഴി നമുക്ക് എന്താണ് ടൈം കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. ദെൻ used as floor guide for evacuation routes.
ഫ്ലോർ ഗൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ റിക്കവറി, മാപ്പിംഗ് ലെവൽ ഓഫ് ഡാമേജ്, മാപ്പിംഗ് ലെവൽ ഓഫ് ഡാമേജ് ചെയ്യുന്നുണ്ട്. ദെൻ information related to disrupted infrastructure, number of persons died or injured and impact on environment. അതായത് എന്താ പറയുക, നമ്മുടെ ഡിസാസ്റ്ററിന് ശേഷം നമ്മൾ റിക്കവറിയുടെ ടൈമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്താണ്, ഡാമേജ് ആയിട്ടുള്ള സ്ഥലത്തെ മാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ സ്ട്രക്ചേഴ്സാണ് തകർന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈഡ് ആൻഡ് ഇൻജേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്റ്റേജിലാണ് നമ്മൾ GISൻ്റെ ഹെൽപ്പോടെ ചെയ്യുന്നത്. ദെൻ GIS ക്യാൻ ബി യൂസ്ഡ് ബൈ ഷെൽട്ടർ ഓപ്പറേറ്റർ to capture specific personal detail of persons being housed at shelters. അതുപോലെ ഷെൽട്ടർ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് വുഡ് ബി മേക്ക് ഇറ്റ് പോസിബിൾ ടു അസസ് ദ നമ്പർ ഓഫ് നീഡഡ് ഷെൽട്ടേഴ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദാറ്റ് സഫറിംഗ് പോപ്പുലേഷൻ ലൈക്ക് ചിൽഡ്രൻ, അഡൾട്ട്, ഡിസേബിൾസ് എക്സെട്ര. ദെൻ അടുത്തെന്ന് പറയുന്നത് GIS ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിലീഫിൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ ഇൻ അഫക്റ്റഡ് ഏരിയാസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ ഫുഡ് ഡ്രോപ്പ് ഈസ് ഓൾവേസ് ലൈക്ലി ടു ടേക്സ് പ്ലേസ്. ഫുഡ് ഡ്രോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിലീഫിൻ്റെ പാർട്ടായിട്ട്, അപ്പോൾ അത് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് പ്രോസസ് ക്യാൻ ബി ഹെൽപ്ഡ് വിത്ത് GIS ആസ് മാപ്സ് ക്യാൻ ബി ജനറേറ്റഡ് വിത്ത് ഐഡൻറ്റിഫൈ ദ സ്പെസിഫിക് ഏരിയ വിത്ത് clusters of victims are located and unique need to persons within this clusters. അപ്പോൾ നമ്മൾ ഫ്ലഡിൻ്റെ ടൈമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫുഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ GIS ആൻഡ് ഡാറ്റ ഗ്യാതറിങ് നോക്കുകയാണെങ്കിൽ ദ ഡാറ്റ ഈസ് ഗ്യാതേർഡ് ഫോർ the analysis and to assess the need of activities and actions before, during and after disaster. By the use of this data, maps of most vulnerable areas can be produced and those areas are highlighted with which are most prone to disaster. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ഈ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഏരിയാസിനെ നമ്മൾ മാർക്ക് ചെയ്യും. ഇവിടെയാണ് മോസ്റ്റ് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഫ്ലഡ് ആണെങ്കിൽ ഫ്ലഡ് പ്രോൺ ഏരിയ, അങ്ങനെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ദെൻ ഇനി നമ്മൾ GISൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. എബിലിറ്റി ടു റെപ്രസെൻറ്റ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ 2D ആൻഡ് 3D. 2D ആയിട്ടും 3D ആയിട്ടും നമുക്ക് GIS ഡാറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഫെസിലിറ്റി ടു ഇൻ്റഗ്രേറ്റ് ദ ഡിഫറെൻറ്റ് ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻസ്. നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇറ്റ് ഇഫക്റ്റീവ്ലി കളക്ട്, അനലൈസ്, മാനേജ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസിനെ ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും കളക്ട് ചെയ്യും, അനലൈസ് ചെയ്യും, മാനേജ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് versatile and easy to use for big purposes but require a little training to get individual involved in this process. നമുക്ക് അത് യൂസ് ചെയ്യാൻ കുറച്ച് കുറച്ച് ട്രെയിനിങ്സ് ആവശ്യമാണ്. ആൻഡ് ദ GIS based database provided better environment for future planning. better environment, the GIS based database provide better environment for future planning. ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് റിമോട്ട് സെൻസിങ്ങും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് സെൻസിങ് ഈസ് ഡിഫൈൻഡ് ആസ് ടെക്നിക് ഓഫ് ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ അബൌട്ട് ഒബ്ജക്റ്റ് through the analysis of data collected by spatial instruments that are not in physical contact with the object of investigation. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ എടുക്കുകയാണ്, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ആ ഒബ്ജക്റ്റുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ ഡാറ്റാസൊക്കെ എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് കമ്മിങ് ഇൻ ടു ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും അതുമായിട്ട് ഉണ്ടാവില്ല. ദ ഇൻഫർമേഷൻ നീഡ് എ ഫിസിക്കൽ കാരിയർ ടു ട്രാവൽ ഫ്രം ദ ഒബ്ജക്റ്റ് ഓർ ഇവൻ ടു സെൻസേഴ്സ് ത്രൂ ആൻ
intervening medium. Okay, and the electromagnetic radiation is normally used an information carrier in remote sensing, and the output of remote sensing system is usually an image representation to sense being observed. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ ഒരു അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇമേജ് റിപ്രസെൻറ്റിങ് ദ സീൻസ് ബീയിങ് ഒബ്സർവ്ഡ്. നമുക്ക് അവിടുത്തെ ഇമേജാണ് നമുക്ക് ഇപ്പോൾ സാറ്റലൈറ്റ് പിക്ചേഴ്സൊക്കെ കിട്ടില്ലേ നമുക്ക് ഒരു ഏരിയൻ്റെ, അങ്ങനെയാണ് റിമോട്ട് സെൻസിങ് ചെയ്യുന്നത്. അപ്പം ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ എന്തൊക്കെയാണ് റിമോട്ട് സെൻസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ആക്റ്റീവ് റിമോട്ട് സെൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാസീവ് റിമോട്ട് സെൻസേഴ്സും ഉണ്ട്. ആക്റ്റീവ് റിമോട്ട് സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these provide their own energy source for illumination, and the sensor emit radiation which is directed towards the target to be investigated, and the radiation reflected from that target is detected and measured by the sensor. Okay, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ അവരുടെ അതിൻ്റെ അകത്ത് തന്നെ their own എനർജി യൂസ് ചെയ്തിട്ടാണ് എന്താ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ റഡാറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് റഡാർ, അതൊക്കെ ആക്റ്റീവ് റിമോട്ട് സെൻസറാണ്. ദെൻ പാസീവ് റിമോട്ട് സെൻസർ എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് സിസ്റ്റം വിച്ച് മെഷർ എനർജി ദാറ്റ് ഈസ് നാച്ചുറലി അവൈലബിൾ ഓൾ കോൾഡ് പാസീവ് സെൻസേഴ്സ്. പാസീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ passive microwave radiometer that detect naturally emitted microwave energy. അപ്പം ഇതാണ് ആക്റ്റീവും പാസീവും റിമോട്ട് സെൻസേഴ്സ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ റിമോട്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഗ്രൗണ്ട് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് നമ്മുടെ ടവേഴ്സ് പോലെയുള്ള സാധനം, അതായത് അപ് ടു 50 മീറ്റർ വരെ ഉയരത്തു നിന്നായിരിക്കും അപ് ടു 50 മീറ്റർ ഡിസ്റ്റൻസിലെ ഡാറ്റാസ് ആവും നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഗ്രൗണ്ട് വെഹിക്കിൾസ് ആൻഡ് ടവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എയർബോൺ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതായത് എയറോപ്ലെയിൻസ് ഉണ്ടായിരിക്കും, ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർക്രാഫ്റ്റ് ഉണ്ടാവും, ബലൂൺസ് ഉണ്ടായിരിക്കും. അതാണ് എയർ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 50 കിലോമീറ്റർ വരെയാണ് റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനിയുള്ളത് നമ്മുടെ സ്പേസ് ബോണാണ്, നമ്മൾ റോക്കറ്റ്, സാറ്റലൈറ്റ്, അതുപോലെ ഷട്ടിൽസ് പോലെയുള്ളത്. അപ്പം അതെന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ടു 36,000 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ സ്പേസ് ഷട്ടിൽ ആണെങ്കിൽ 250 to 300 കിലോമീറ്റർ ആണ്. സ്പേസ് സ്റ്റേഷൻസ് ആണെങ്കിൽ 300 to 400 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ലോ ലെവൽ സാറ്റലൈറ്റ് ആണെങ്കിൽ അത് 700 to 1500 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ദെൻ ഹൈ ലെവൽ സാറ്റലൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് 36,000 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് സെൻസിങ്ങിൻ്റെ പ്ലാറ്റ്ഫോംസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നിറയെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മെറ്റീരിയോളജിയിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൊഫൈലിംഗ് ഓഫ് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ വേപ്പർ, ദെൻ വിൻഡ് വെലോസിറ്റി മെഷർ ചെയ്യുക, അതുപോലെ തന്നെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, അതൊക്കെയാണ് മെറ്ററോളജിക്കൽ ഫീൽഡിൽ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഓഷ്യനോഗ്രഫി ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ്? ഓഷ്യനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? മെഷർമെൻറ്റ് ഓഫ് സീ സർഫസ് ടെമ്പറേച്ചർ, സീൻ്റെ സർഫസ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അതുപോലെ തന്നെ ഓഷ്യൻ കറണ്ട് നമ്മൾ ട്രാക്ക് ചെയ്യാം, മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് റിമോട്ട് സെൻസിങ്ങിനെ. അതുപോലെ തന്നെ അടുത്ത ജിയോളജീൻ്റെ അകത്ത് വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റോക്ക് ടൈപ്സ്, ദെൻ ലൊക്കേഷൻ ഓഫ് ജിയോളജിക്കൽ ഫോൾട്ട് ആൻഡ് അനോമലീസ്, അതായത് നമ്മൾ ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ് ഗ്ലേഷ്യോളജി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിംഗ് മോഷൻ ഓഫ് സീ ഐസ് ആൻഡ് ഐസ് ഷീറ്റ്സിൻ്റെയൊക്കെ മോഷനൊക്കെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആൻഡ് അത് നമുക്ക് എന്താണ് നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ദെൻ അഗ്രികൾച്ചറൽ ഫീൽഡിൽ എന്താണ് മോണിറ്ററിങ് ദ എക്സ്റ്റെൻറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻസ് ആൻഡ് മാപ്പിംഗ് സോയിൽ ടൈപ്സ് മാപ്പ് ചെയ്യും, അതുപോലെ തന്നെ വെജിറ്റേഷൻസിൻ്റെ ടൈപ്സിനെ മാപ്പ് ചെയ്യും. ദെൻ ഹൈഡ്രോളജി ആണെങ്കിൽ അസസിങ് വാട്ടർ റിസോഴ്സസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് മെൽറ്റ് വാട്ടർ റൺ ഓഫ് ഫ്രം സ്നോ. നമ്മളെന്താണ് വാട്ടർ റിസോഴ്സിനെ അസസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വരുന്ന വാട്ടറിനെ നമ്മൾ ട്രാക്ക് ചെയ്യും. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഹൈഡ്രോളജിക്കൽ ഫീൽഡിലുണ്ട്. അത് കഴിഞ്ഞ് ഡിസാസ്റ്റർ കൺട്രോളാണ് നമുക്കുള്ളത്. ഈ ഡിസാസ്റ്റർ കൺട്രോളിൻ്റെ അകത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാർണിംഗ് ഓഫ് സാൻഡ് ആൻഡ് ഡസ്റ്റ് സ്റ്റോം സാൻഡ് സ്റ്റോമിൻ്റെ വാർണിംഗ് തരും, അതുപോലെ തന്നെ ഫ്ലഡിൻ്റെ വാർണിംഗ് തരും, അതുപോലെ തന്നെ മോണിറ്ററിങ് ഓഫ് പൊല്യൂഷൻ്റെ സമയത്ത് നമുക്ക് എന്താണ് റിമോട്ട് സെൻസിങ് വെച്ചിട്ട് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് നമ്മുടെ റിമോട്ട് സെൻസിങ്ങിനും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിമോട്ട് സെൻസിങ് ആൻഡ് GIS ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള പോർഷൻ പറയുന്നത്.